തിരക്കിട്ട ചർച്ചകൾ കൂടിയാലോചനകളൊക്കെയാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ, ഈ കഴിഞ്ഞ 14-15 ദിവസമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പ്രകോപനമാണ് അതിർത്തി മേഖലകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ ഈ നിമിഷം ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ പാക് പ്രകോപനം അതിന്റെ തോത് വർദ്ധിക്കുകയാണ്. നിലവിൽ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ സാഹചര്യം എന്താണ് അർജുൻ? അതിർത്തി ഗ്രാമങ്ങളിൽ ഇന്ന് രാവിലെ സ്ഥിതി അല്പം വഷളായിരുന്നു. അതായത് വലിയ തോതിലായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ ആർട്ടിലറി ഷെല്ലിംഗ് ഉണ്ടായത്. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വിരളി പോകേണ്ട ഒരു പാകിസ്ഥാനെയാണ് ഇന്ന് രാവിലെ കണ്ടത്. കാരണം ഉറക്കമെണീറ്റപ്പോൾ തന്നെ പ്രധാന ഭീകര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ വന്ന് ഈ എയർ സ്ട്രൈക്ക് നടത്തിപ്പോയിരിക്കുന്നു. വലിയ തോതിൽ ആൾനാശം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ ഒരുപക്ഷെ സ്വന്തം തലച്ചോറ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്ന ഒരുപാട് കേന്ദ്രങ്ങളാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയത്. അവിടെ നിന്നും ഭയത്തിൽ വിരളി പോണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു നിയന്ത്രണ രേഖ സ്ഥലത്തെ ആ ഒരു വെടിവെപ്പ്, ഈ വെടിനിർത്തൽ കരാർ ലംഘനം, അത് കുറച്ചുകൂടി അതിൻ്റെ വ്യാപ്തി കൂട്ടി ആർട്ടിലറി ഷെല്ലിംഗ് എല്ലാം നടത്തി വീടുകൾ തകർന്നു. അതിൽ 8-ലധികം മരണം ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 35-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഒപ്പം തന്നെ മറ്റുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക, ബങ്കറിലേക്ക് ആക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് അത് ചെയ്യാണ്ടായത്. കാരണം ഏകദേശം 2-3 മണിക്കൂർ നേരത്തോളം തന്നെ അത് കഴിഞ്ഞിട്ടും ഈ ഷെല്ലിംഗ് അവിടെ നീണ്ടു നിന്നിരുന്നു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആളുകളെ വലിയ തോതിൽ ഒഴിപ്പിച്ചു. ഈ രജൌരി, പൂഞ്ച് മേഖലകളിലും ബാരാമുള്ള മേഖലകളിലെല്ലാം തന്നെ ഉറി മേഖലകളിലുള്ള ആളുകളെ എല്ലാവരെയും വലിയ തോതിൽ ഒഴിപ്പിക്കേണ്ടി വന്നു. ഈ ഒഴിപ്പിച്ച ആളുകൾക്ക് തങ്ങുന്ന ഇടങ്ങളിൽ അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാണ് എന്ന കാര്യം നോക്കേണ്ടി വന്നു. ഇതിനൊക്കെ പിന്നാലെ അവിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി അത് കൃത്യമായി അദ്ദേഹം പരിശോധിച്ചു. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയുമുണ്ടായി. അതായത് അടിയന്തര ഘട്ടത്തെ നേരിടാൻ വേണ്ടി സർവ്വസജ്ജമായി ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലകളിൽ അവിടുത്തെ പൊതുജനങ്ങളെ സുരക്ഷിതമായി നിർത്താൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഒപ്പം തന്നെ വലിയ തോതിൽ ഇന്ത്യ തിരിച്ചും അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ആർട്ടിലറി ഗണ്ണുകൾ അടക്കമെടുത്ത് പാകിസ്ഥാനെതിരെയും വലിയ തോതിൽ വെടിവെപ്പ് ഉണ്ടായി. അവിടെ നിരവധി സൈനിക പോസ്റ്റുകൾ തകർന്നു. ആൾനാശം ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. അതായത് ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്. അതിൻ്റെ കണക്ക് എത്രയാണ് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാലും വലിയ തോതിൽ ആൾനാശം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവിടെ കൂടുതൽ ഇടങ്ങളിലേക്ക് സൈനിക ഡിപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമായിരുന്നു. അതായത് ഇതിനോടകം തന്നെ കരസേന അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കരസേനയിൽ മാത്രമല്ല അർദ്ധസൈനിക വിഭാഗവും. അതിനോടൊപ്പം തന്നെ വ്യോമസേനയുടെ കൂടുതൽ വിമാനങ്ങൾ എത്തിച്ച് നിരീക്ഷണം ശക്തമാക്കി. അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനം, അതല്ലെങ്കിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള വെടിവെപ്പ്, അത് പലതരത്തിലും ഒരു ശ്രദ്ധ തിരിക്കാനായി മാറാറുണ്ട്. അതായത് ഭീകരർക്ക് വീണ്ടും ഇന്ത്യക്കകത്തേക്ക് നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടുള്ള ചില ശ്രദ്ധ തിരിക്കൽ നടപടികൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ശക്തമായിട്ടുള്ള നിരീക്ഷണമായിരുന്നു വ്യോമസേന റഫാൽ വിമാനങ്ങളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ആ മേഖലകളിൽ നടത്തിയത്. പിന്നാലെ ഈ ജയ്സാൽമേർ ഭാഗത്ത്, അതായത് രാജസ്ഥാൻ്റെ പാകിസ്ഥാനുമായുള്ള അതിർത്തി, അവിടെ ഇതിനോടകം തന്നെ ഒരു വ്യോമാഭ്യാസം പറഞ്ഞിരുന്നു ഇന്നും നാളെയായിട്ട്. പക്ഷേ അതേസമയം തന്നെ നിരീക്ഷണം ശക്തമാക്കാൻ കൂടി അവിടെ കൂടുതൽ വ്യോമസേന ഈ ഡിപ്ലോയ്മെൻറ്റ് വിന്യാസം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ഈ നമ്മുടെ എല്ലാ അതിർത്തിയിലും മുഴുവനായിട്ടും സൈനിക വലയത്തിലായി എന്നുള്ള തലത്തിൽ, അതായത് സൈന്യത്തിൻ്റെ കണ്ണുകൾ ആ ഭാഗങ്ങളിൽ എല്ലാവരെയും, ഓരോ മലയുടെ കുന്നുകൾ മുതൽ ഓരോ കാടിൻ്റെ ഉൾവശം വരെയും സൈന്യത്തിൻ്റെ വിന്യാസത്തിലായിരുന്നു, സൈന്യത്തിൻ്റെ വലയത്തിലായിരുന്നു. അത്തരത്തിലുള്ള നടപടികളാണ് പിന്നീട് മുന്നോട്ട് പോയത്. അതിനുശേഷം ഈ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങളിൽ പലതിലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. പോലീസിനെ വരെ ജാഗ്രതയിൽ കൊണ്ടുവരുന്നു. അതുപോലെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ, അതായത് ITBP, BSF ഉൾപ്പെടെയുള്ള അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ലീവിൽ പോയ അംഗങ്ങളോട് മടങ്ങി വരണം ഉടനെ തന്നെ എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതാത് അർദ്ധസൈനിക വിഭാഗ തലവന്മാരോട് വിളിച്ച് പറയുന്നു. അത്തരത്തിൽ വളരെ വലിയ നടപടികൾ, നീക്കങ്ങൾ അതിർത്തി മേഖലയെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ 4 മണിക്ക് ആരംഭിക്കാൻ പോകുന്ന മോക്ക് ഡ്രിൽ. അതായത് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ, തുറന്നു പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ സാഹചര്യത്തെ നേരിടാനും നമ്മൾ സജ്ജരാണ്. അതിന് നമ്മുടെ പൗരന്മാരെ പ്രാപ്തരാക്കുകയാണ്. അതാണ് മോക്ക് ഡ്രില്ലിലൂടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്.